ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ ശക്തി പവർ ടൂൾസിൻ്റെ 140 ബാർ വരുന്ന ഒരു കാർ പ്രഷർ വാഷറിൻ്റെ വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രഷർ വാഷറിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമാണ്. എന്നാൽ നമ്മൾ ആ പ്രഷർ വാഷർ ഉപയോഗിച്ച് ഒരു കാർ സ്ക്രാച്ചസും കാര്യങ്ങളും ഇല്ലാതെ, ഒരു കല പോലും വീഴാതെ എങ്ങനെ നമുക്ക് പ്രഷർ വാഷ് യൂസ് ചെയ്ത് കാർ വൃത്തിയായി കഴുകാം എന്നുള്ള വീഡിയോ ആണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരു കാർ വാഷിംഗ് പ്രോസസ്സിൽ നമ്മൾ 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകേണ്ടത്. എന്നാൽ മാത്രമേ കാർ വാഷ് പൂർത്തിയാവുകയുള്ളൂ. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റിമൂവിങ് ദ ഡേർട്ട് അഥവാ അഴുക്ക് നമ്മൾ ഇളക്കി കളയുക എന്നതാണ്. അതിനുവേണ്ടിയാണ് കൂടുതലായും അഥവാ പ്രത്യേകിച്ചും നമ്മൾ ഈ കാർ വാഷുകൾ, പ്രഷർ പമ്പുകൾ നമ്മൾ യൂസ് ചെയ്തു വരുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കാറ് കഴുകുമ്പോൾ ഒരിക്കലും കാറിൻ്റെ ടയറിൻ്റെ മോൾ ഭാഗം അഥവാ ഉൾഭാഗം നമ്മൾ കഴുകാറില്ല. കാരണം അത് പുറത്താരും കാണില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് പലർക്കും ഉള്ളത്. എന്നാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് ഈ ഉള്ളിൽ കാണുന്ന ചെളി പിടിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ. മഹീന്ദ്ര അഥവാ ടാറ്റ പോലുള്ള കാറുകളിൽ കൂടുതലും നമ്മൾ തുരുമ്പുകൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാറുകൾ കഴുകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഉള്ളിലെ ഭാഗങ്ങളാണ്. കണ്ടില്ലേ, ഇതുപോലെ അഴുക്കുകൾ കൂടി നിൽക്കും. നമ്മുടെ നാട്ടിൽ ടാറ്റ, മഹീന്ദ്ര പോലുള്ള വണ്ടികളിൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് കയറാനും ഇത് കാരണമാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഫൈബർ പാർട്ടാണെങ്കിലും നമ്മൾ ഈ ചെളി കളയാതെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ അംശം അതിനുള്ളിൽ വരികയും അതുകൊണ്ട് തന്നെ അതിന് അഡ്ജസ്റ്റൻ്റായി നിൽക്കുന്ന, അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഇരുമ്പ് പാർട്ടുകളിലൂടെ ഈ വെള്ളത്തിൻ്റെ അംശം നിൽക്കുകയും ഗ്രാജുവലി അതിലേക്ക് തുരുമ്പ് പിടിച്ചു കയറുകയാണ് സാധാരണ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഡേർട്ട് റിമൂവൽ അഥവാ ചെളി നീക്കുന്ന ഈ പ്രോസസ്സിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ കാറിൻ്റെ നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളിലുള്ള ചെളികൾ റിമൂവ് ചെയ്യുക എന്നതാണ്. അതിനുശേഷം നമ്മൾ അലോയ് വീലാണെങ്കിൽ വീലുകളുടെ ഉള്ളിലും അതുപോലെ തന്നെ സാധാരണ ഡ്രം ആണെങ്കിലും അതിൻ്റെ ഉള്ളിലും നന്നായി ക്ലീൻ ചെയ്യുക. 4 ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണ്ണ് പിടിക്കുന്ന പ്രശ്നങ്ങൾ ഏറെക്കുറെ ഒഴിവായി കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. അതിനുശേഷം കാറിൻ്റെ റൂഫ് അഥവാ മേൽഭാഗം മുതൽ താഴേക്ക് ആയി നമ്മൾ കഴുകി വരിക എന്നുള്ളതാണ്. അതിനുശേഷം അടുത്ത പ്രോസസ്സാണ് ഷാംപൂയിങ്. ഷാംപൂയിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇതിൽ കാണുന്ന പോലെ നമ്മൾ കിട്ടുന്ന പ്രഷർ വാഷിൻ്റെ കൂടെ കിട്ടുന്ന ഷാംപൂ ബോട്ടിൽ സഫീഷ്യൻ്റ് അല്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഉള്ളത് കൊണ്ട് ഊണം പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഷാംപൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാറിൻ്റെ എല്ലാ ഭാഗത്തും ഷാംപൂ ചെയ്തതെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം വേണ്ടി വന്നാൽ ആ ഷാംപൂ നമ്മൾ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും അതിൽ നമ്മളുടെ കണ്ണുകളിൽ കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചില അഴുക്കുകൾ ഉണ്ടാവും, അത് കൂടെ അതിൽ നിന്ന് പോയിട്ടുണ്ടാവും. ആദ്യം തന്നെ ഡസ്റ്റും അതുപോലെ തന്നെ മണ്ണും ചെളിയുമെല്ലാം നമ്മൾ നീക്കം ചെയ്തത് കൊണ്ട് തന്നെ അതിൽ സ്ക്രാച്ച് വീഴാൻ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ വിൻഡ്ഷീൽഡിൻ്റെ മുകളിൽ നിന്ന് അഥവാ റൂഫ് ടോപ്പിൽ നിന്നോ നമ്മൾ പ്രഷർ വാഷർ യൂസ് ചെയ്ത് താഴേക്ക് വെള്ളമടിച്ച് കഴുകിക്കൊണ്ടേയിരിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡയറക്റ്റ് വെള്ളം അടിക്കരുത്. അടിക്കുമ്പോൾ ഇതിൽ കാണുന്നത് പോലെ മേലെ നിന്ന് താഴേക്ക് എന്ന രീതിയിൽ നമ്മൾ അടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഉള്ളിലേക്ക് എൻജിൻ ബേയിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടും എൻജിൻ ഭാഗത്തുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസ് കംപ്ലൈൻറ്റ് ആവാതിരിക്കുവാനും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നല്ല രീതിയിൽ ടയറും അതുപോലെ വശങ്ങളും നമ്മൾ കഴുകാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മേലെ നിന്ന് താഴേക്ക് എന്നുള്ള രീതിയിൽ പ്രഷർ വാഷ് യൂസ് ചെയ്ത് കഴുകുക. അതുപോലെ തന്നെയാണ് പ്രഷർ വാഷറിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യവും. പോയിൻറ്റഡായിട്ട് വെച്ച് വളരെ നേർത്ത രീതിയിൽ നിങ്ങൾ കഴുകുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പെയിൻറ്റ് ഫെയ്ഡ് ആവാനും അതുപോലെ പെയിൻറ്റ് പോകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ കാണുന്നത് കാറിൻ്റെ വശങ്ങൾ നമ്മൾ നന്നായി കഴുകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനുശേഷം 5 മിനിറ്റ് ശേഷം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സൈഡിൽ ഒരു ചെറിയ കറകൾ പോലെ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഷാംപൂ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്ത് മേലേക്കും താഴേക്കും അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കും എന്ന രീതിയിൽ നമ്മൾ പതുക്കെ കഴുകി കളയേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് സ്ക്രാച്ചുകൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. കാർ നന്നായി കഴുകിയതിന് ശേഷം 5 മിനിറ്റിന് ശേഷം ഒരു മൈക്രോഫൈബർ ക്ലോത്ത് തന്നെ ഉപയോഗിച്ച് നന്നായി തുടച്ച് വെള്ളത്തിൻ്റെ അംശം കളയേണ്ടതാണ്.
ശേഷം പുറത്ത് നല്ല വെയിലുണ്ടെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് വരെ വെയിലത്തിട്ട് ഉണക്കിയാൽ നിങ്ങൾക്കും ലഭിക്കും ഇതുപോലെ സ്ക്രാച്ച് ഇല്ലാതെ പളവള തിളങ്ങുന്ന കാർ. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക്, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.